Hey, hello guys. Whoa, what's up guys? Welcome to Action Dude. Chai with review ആണ്. Okay. Chai with tech with call me Shazam. അങ്ങനെ ഒരു സംഭവം അല്ലേ ഇത്? ഇതിനിപ്പോ വൈകുന്നേരത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈവനിങ് ടീ കുടിച്ചോണ്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ വീഡിയോ എന്താ വെച്ചാൽ ഞാനിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന വീഡിയോ മാത്രമല്ല പറയാം. ഗൈസ്, ലോക സിനിമ കണ്ടിട്ട് വന്നിട്ടുള്ള റിവ്യൂ അല്ല ഇത്. മൂവി ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. രാത്രിയിലത്തെ ഷോയ്ക്കാണ് പോകുന്നത്. സോ ഗൈസ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഈ പേര് ഞാൻ കുറച്ച് നാളും കൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. സംഭവം എന്തോ എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഒഫീഷ്യൽ ട്രെയിലർ, നസ്ലിന്റെയും കല്യാണി പ്രിയദർശന്റെ ഒക്കെ ഒരു പിക്കുള്ള ഒരു സംഭവം, ഒരു തമ്മിലൊക്കെ കണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വെച്ച് നോക്കിയില്ല. പിന്നെയാണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇതൊരു സിനിമയായിരുന്നത്, അതൊരു അടിപൊളി പടമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ട്രെയിലറൊക്കെ കണ്ടു നോക്കി. ട്രെയിലർ കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയി. ഇത് മലയാള പടത്തിന്റെ ട്രെയിലർ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് പടം മലയാളം ഡബ് ചെയ്തതാണോ മലയാളം ആക്ടേഴ്സ് വെച്ച് എനിക്ക് തോന്നിപ്പോ എങ്ങനെ അത്രയ്ക്ക് ഭയങ്കര മേക്കിംഗ് ഉള്ള സാധനം. അപ്പൊ തന്നെ എനിക്ക് സിനിമ കാണാൻ തോന്നി. അന്നേരം ബുക്ക് മൈ ഷോ എടുത്ത് അടുത്തുള്ള തിയേറ്ററിലൊക്കെ സീറ്റ് ഉണ്ടോ നോക്കിയപ്പോ ഒരു സീറ്റും ഇല്ല. എല്ലാം ഹൗസ്ഫുൾ ആയിരുന്നു. പിന്നെ വേറെ തിയേറ്റർ നോക്കി, അവിടെ എല്ലാം സീറ്റ് അങ്ങ് ഫ്രണ്ടിലായി പോയി. അപ്പൊ ഓണത്തിന്റെ അവധിയിലൊക്കെ ഈ സിനിമയാണ് തൂക്കിയത്. ആൾക്കാർ ഫുൾ ഇതാണ് ഇരുന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ന് പോകുന്ന തിയേറ്ററിൽ അവിടെ സീറ്റ് കിട്ടി. അപ്പൊ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാത്രിയാണ് ഷോ. അപ്പൊ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കിടിലം പടമാണെന്ന് പറയുന്നത്. അപ്പൊ കണ്ടിട്ട് റിവ്യൂ പറയാം. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ട്രെയിലർ നമ്മുടെ ഹോം തിയേറ്ററിൽ ഇട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. ഓക്കെ, അപ്പൊ വീഡിയോ ഉണ്ട് ലൈക്ക് അടിക്കുക, എന്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ലോക സിനിമ പോയി കണ്ടിട്ടുള്ള റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ലോകയുടെ ട്രെയിലർ നോക്കട്ടെ. ദുൽഖർ സൽമാന്റെ ചാനൽ കിട്ടുന്നത് 12 മില്യൺ വ്യൂസ്. ഓക്കെ, ഫ്രെയിമൊക്കെ വേറെ സീൻസ് ആണ്. സീൻ. അപ്പം എന്തായാലും നമ്മളിത് പടം കാണാൻ വേണ്ടി പോവാണ്. കണ്ടിട്ട് എങ്ങനെയാണ് ആക്ച്വൽ സിനിമ. ട്രെയിലറിനകത്ത് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഫാന്റസി സംഭവമാണ്. അപ്പോൾ കഥ കണ്ടിട്ട് നമുക്ക് വരാം, തിയേറ്ററിൽ പോവാം. ലെറ്റ്സ് ഗോ. എനിക്ക് സിനിമ വല്ല മാറിപ്പോയോ? ഞാൻ മലയാളം സിനിമ തന്നെയാണ് നീ കണ്ടേ. എൻ്റെ ആളെ ഫസ്റ്റ് ഹാഫ് കൊണ്ട് ഇൻ്റർവെൽ 5 നിർത്തിയേക്കുന്നത് വേറെ ലെവലാണ്. ഇപ്പോൾ ഇൻ്റർവെല്ലാണ്. അപ്പോൾ പൊക്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുകയാണ്. എനിക്ക് ബാക്കിയോടെ കാണട്ടെ. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ആരും എണീറ്റ് പോകല്. കുറച്ച് നേരമൊക്കെ എണീറ്റ് പോകുന്നുണ്ട്, അവരൊക്കെ പോട്ടെ. പക്ഷെ നമ്മൾ എണീറ്റ് പോകല്. നമ്മൾ ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ് സീനിൽ വരെ കാണുക. കാരണം ഇതൊരു ഹോളിവുഡ് ടച്ച് സിനിമയാണ്. ലാസ്റ്റ് എന്തെങ്കിലും കാണും. അപ്പോൾ കണ്ടിട്ട് പോവുക.
ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടിട്ട് ദേ വന്നിരിക്കുന്നു. നൈറ്റ് ആണ് കാണാൻ പോയത്. പിന്നെ നൈറ്റ് വന്ന് കിടന്നപ്പോൾ എനിക്ക് ഉറക്കമായി. അതുകൊണ്ട് റിവ്യൂ ഒന്നും എടുത്തില്ല. ഇപ്പം കണ്ടു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇപ്പോൾ ഈ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, പൊളിച്ച് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് വാടേ സിനിമ. ഓഹ് മാൻ, മലയാളം ഇൻഡസ്ട്രി ഡേ ബൈ ഡേ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ പറയുള്ളൂ. ഗൈസ് അടിപൊളി മേക്കിങ്, തുടക്കം തൊട്ട് അവസാനം വരെ സംഭവം പൊളിയാണ്. സിനിമ ഈസ് ടോപ്പ് നോച്ച്. മാൻ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളായാലും പിന്നെ സിനിമയുടെ എഡിറ്റർ, പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ റൈറ്റഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. ഓ മാൻ, യു ആർ എ ബ്രില്യൻറ്റ് ഡയറക്ടർ. ഗൈസ് എന്റെ വാ കൊണ്ട് എനിക്കത് പറയാൻ ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി ഇങ്ങനൊരു സിനിമ, നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പടച്ചു വിട്ടേന്, നമുക്ക് വേണ്ടി തന്നേന്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നതിന് ഒരു ബിഗ് താങ്ക് യു. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഒരു ഓണത്തിന് കാണാൻ പറ്റിയൊരു വേർത്ത് പടമാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് എനിക്ക് തോന്നി മറ്റേ ഈ DC സിനിമകളില്ലേ, DC സിനിമ, ഫ്ലാഷ് സിനിമയൊക്കെ കാണുന്നതിൻ്റെ ഒക്കെ അവിടെ അങ്ങനെയൊക്കെ എന്തൊക്കെ ഫീൽ കിട്ടി. മാർവൽ സിനിമ കാണുന്നതിന് ഫീൽ കിട്ടി. നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ മലയാളത്തിലെ ഒരു മാർവൽ സിനിമയാണ്. ഇതൊരു യൂണിവേഴ്സ് ആണ്. ഇനി സിനിമാറ്റിക് യൂണിവേഴ്സ് ആക്കും കേട്ടോ ഇനി പുള്ളിയുടെ. കാരണം ഇനി നമ്മുടെ മലയാളത്തിലുള്ള സൂപ്പർ ഹീറോകൾ ഇനി വരാൻ പോവുകയാണ്. വന്നിട്ടുണ്ട്, മിന്നൽ മുരളി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പടമാണ്, പക്ഷേ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. മിന്നൽ മുരളി കണ്ടു. പിന്നെ ARM, അത് 3D, അതും അന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ സൂപ്പർ ആയിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വേറൊരു രീതി പോകുന്ന പടം. പക്ഷെ ഇതിലും കുറച്ച് കണക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു BGM, കിഡിലും BGM. ജേക്സ് ബിജോയ് അണ്ണാ, അടിപൊളി ഹോളിവുഡ് ലെവൽ മ്യൂസിക്. നമുക്കൊരു ഫീൽ കിട്ടും. എനിക്ക് മലയാള സിനിമ കൂടുതലും ഇഷ്ടക്കുറവ് അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഹോളിവുഡ് സിനിമാസ് ആണ്. അവർ മേക്കിംഗ് സ്റ്റൈല്, മ്യൂസിക് ഒക്കെ കേട്ട ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഞാൻ കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഭയങ്കരമായിട്ട് നമുക്ക് സിനിമയായിട്ട് ഒരു സീനിലായിട്ട് ഇന്ററാക്ട് തോന്നിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടു ഗൈസ്, ഐ ടോട്ടലി ലവ് ദിസ് മൂവി. പിന്നെ കളർ ഗ്രേഡിങ്, ലൈറ്റിങ് എല്ലാം പ്രൊഫഷണൽ ടച്ചാണ്. ഓരോ ഫ്രെയിംസ് പോലും അവര് ഇതിന്റെ ഒരു ടച്ച് വിട്ടിട്ടേ ഇല്ല. ആ ഒറ്റ മൂഡിലാണ് പോകുന്നത്, ഒരേ മൂഡിലാണ് പോകുന്നത്. എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, പിന്നെ വില്ലൻ കുറച്ച് പവറാണ്. എന്നാലും വില്ലൻ കുറച്ച് പവറായിട്ട് വന്നിട്ട് പെട്ടെന്ന് പുള്ളിയുടെ റോള് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. എന്നാലും അത് അങ്ങനെയാണ് വരേണ്ടത്. എനിക്ക് അങ്ങനെ ഒന്ന് മനസ്സിൽ അക്സെപ്റ്റ് ചെയ്ത് പോയി. എന്നാലും വില്ലൻ കുറച്ച് പവറായിട്ട് ഒന്ന് വളർന്ന് വന്നിട്ട് അങ്ങ് പോയ പോലെ തോന്നിപ്പോയി. നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക് അറിയാം. ഞാൻ സ്പോയിലായിട്ടൊന്നും പറയുന്നില്ല. ലിയോ സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹാഫിൽ ചെറിയ വില്ലനായിട്ട് വന്ന ആളല്ലേ. അപ്പൊ ലിയോയ്ക്കകത്ത് സാൻഡി മാസ്റ്ററിന് എന്തുവാ ചോക്ലേറ്റ് കാഫി അത് വേണമെന്നായിരുന്നു. പക്ഷെ ഇതിനകത്ത് നല്ല പ്യുവർ ഓപ്പോസിറ്റീവ് ചോക്ലേറ്റ് ബ്ലഡ് ആണ് പുള്ളിക്കാരന് വേണ്ടത്. ഇതിനകത്തും ഉണ്ട് ഗൈസ്. ആ ഒരു മുഖവും ആ ഒരു ഭാവവും ഒക്കെ ഈ സിനിമയ്ക്കകത്തും ഉണ്ട്, ലിയോനകത്ത് കണ്ട പോലെ. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം വാമ്പയർ ആയതുകൊണ്ട് ഇവർക്ക് ബ്ലഡ് വേണമല്ലോ. പിന്നെ വെയിലടിക്കുമ്പോൾ ദേഹം കരിഞ്ഞു വന്ന പരിപാടിയും അതൊക്കെ കല്യാണി പ്രിയദർശൻ എൻ്റെ ആ ബോഡിയിൽ വരുന്ന ഒരു മാറ്റങ്ങളൊക്കെ എന്തൊരു ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചതെന്ന് അറിയോ. പിന്നെ അതിലും വലിയ സംഭവമായിട്ട് വേറെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. മലയാള സിനിമയിൽ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാണ്ടും നല്ല അടിപൊളിയായിട്ടാണ് ഗ്രാഫിക്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. ബോഡിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കിടിലുമാണ്. പിന്നെ ടൊവിനോ തോമസ് വന്നിട്ട് പോകുന്നൊരു സംഭവമുണ്ട് എൻ്റെ മോനെ, അത് കിടിലുമാണ്. ഇങ്ങനെ ഒരു കറണ്ട് പോലെ വന്നിട്ട് ഇങ്ങനെ മാഞ്ഞു പോകും. വിഷയമാണ്. മറ്റേ പടത്തിൽ ചോക്ലേറ്റ് കോഫി വേണമെന്ന് വാശി പിടിക്കുന്ന പോലെ ഇതിനകത്ത് നല്ലതായിട്ട് പുള്ളിക്കാരൻ ബ്ലഡ് കുടിക്കുന്നുണ്ട് ആൾക്കാരുടെ. ലിയോയ്ക്കകത്ത് കണ്ട പോലെ അതിനെക്കാട്ടി നല്ല കൂടുതലായിട്ട് ചോരയൊക്കെ പുള്ളിക്കാരൻ്റെ വായിക്കകത്തുണ്ടായിരുന്നു. എന്നാലും ഇതിനകത്ത് ഒരു പോലീസാണ് ആൾ. പിന്നെ പെട്ടെന്നല്ല കുറച്ച് പവറായിട്ട് വന്നിട്ട് പോകുന്നുണ്ട്. അത് എനിക്ക് ഇച്ചിരി കുറച്ചും കൂടി പുള്ളിക്കാരൻ സ്ക്രീൻ കുറച്ചും കൂടി കൊടുക്കായിരുന്നു തോന്നിപ്പോയി. എന്നാലും കുഴപ്പമില്ല. അത് അതിൻ്റെ രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റ് പോലെ എന്തെങ്കിലും കാണുമായിരിക്കും. കാരണം ഇനിയും കാണാത്തവരുണ്ട്. അത് എന്തായാലും നിങ്ങൾ പോയി കാണുക. കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യല്. നിങ്ങൾ OTTയിൽ വരുന്നവരെ നിങ്ങളുടെ സ്മാർട്ട് TVയിലോ ഹോം തിയേറ്ററിലോ, ഇനി എത്ര വലിയ ഹോം തിയേറ്റർ ആയാലും അത് ഇരുന്ന് കാണുന്ന ഫീൽ അല്ല തിയേറ്ററിൽ പോയി കാണുമ്പോൾ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. കാരണം തിയേറ്ററിൽ പോയി കാണുമ്പോൾ കൺസിസ്റ്റൻ്റ് ആണ്, നമ്മൾ കണ്ടിരിക്കും. കൂടാതെ പടം ഉണ്ടാക്കിയവർക്ക് പൈസയും പോകും. അത് വേറെ കാര്യം. നമ്മളിനി എത്ര ഉറക്കമുളച്ച് പോയി കണ്ടാലും അവർക്കാണ് ലാഭം ഉണ്ടാകുന്നത് വെച്ചാൽ നമുക്ക് സിനിമ കണ്ടതിന് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് പൈസ പോയാലും കുഴപ്പമില്ല, പൈസ അവർക്ക് കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് നല്ല സാധനം ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. ഇങ്ങോട്ട് എങ്ങനെയാണോ അതല്ല അങ്ങോട്ടും ഉള്ളത്. അതാണ് സംഭവം. അത് എവിടെ ആയാലും അങ്ങനെയാണ്. സോ ഗൈസ്, നിങ്ങൾ എന്തായാലും സിനിമ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. കണ്ടവരാണെങ്കിൽ കമന്റ് അടിക്കുക. ഓക്കെ, പിന്നെ അഭിനയിച്ച ആൾക്കാർ കല്യാണി പ്രിയദർശൻ, ഇഷ്ടപ്പെട്ട പുള്ളിക്കാരുടെ പെർഫോമൻസ്. ഒരു മലയാളത്തിലെ ഒരു വാണ്ട വുമണെ കണ്ട ഫീല്, അങ്ങനെ കണ്ടൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പുള്ളിക്കാരി ഇതുവരെ നമ്മൾ കണ്ട പടത്തിലുള്ള ലുക്കേ അല്ല, ടോട്ടലി ഒരു ബോൾഡ് ലുക്കാണ്.
പിന്നെ അവസാനത്തേക്ക് വരുമ്പോൾ പുള്ളിക്കാരിക്കും കുറെ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഒരു ബോൾഡ്നെസ്, എനിക്ക് ഗൂസ്ബംസ് ഒക്കെ വന്നു പുള്ളിക്കാരുടെ ചില പെർഫോമൻസ് കണ്ടപ്പോൾ. പിന്നെ ഇതൊരു യക്ഷിക്കഥയാണ്, ഒരു വാമ്പയർ മൂവിയാണ്, മലയാളത്തിലുള്ള ഒരു വാമ്പയർ മൂവിയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഐതിഹ്യങ്ങളും പിന്നെ കലിയങ്കാട്ട് നീലിയെ കുറിച്ചുള്ള കഥയാണിത്. അതൊരു മോഡേൺ സ്റ്റൈൽ, പണ്ടത്തെ കലിയങ്കാട്ട് നീലി എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു സിനിമ അതൊരു ക്ലാസിക് ആണെങ്കിൽ ഇതൊരു മോഡേൺ സ്റ്റൈലാണ് നമ്മളെ ആൾക്കാർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രയ്ക്കും ക്രിയേറ്റീവ്, അത്രയ്ക്കും വിഷ്വൽ ട്രീറ്റ് ആണിത്. ഡയറക്ടറിന്റെ ഒരു വിഷൻ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കരം തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആണ് ഇനി വേണ്ടത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ടൊവിനോ തോമസ് ഉണ്ടായിരുന്നു, പിന്നെ സ്പെഷ്യൽ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. അറിയാൻ ഞാൻ ഇപ്പം എന്തെങ്കിലും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, എല്ലാം കിടിലാണ്. വേറെ ഒരു പടം കണ്ടതിന് ഫീലാണ് ഗൈസ്. ഇപ്പോഴും മാറിയിട്ടില്ല, അയ്യോ ഇപ്പോഴും മാറിയിട്ടില്ല, നല്ല അത്രയ്ക്ക് അതിന്റെ വിഷ്വൽസ് നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. പിന്നെ കോമഡി ഉണ്ട്, പിന്നെ നസ്ലീൻ പുള്ളിക്കാരൻ നല്ല സ്മാർട്ടാണ്, സ്റ്റൈലാണ്. നസ്ലിന്റെ കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, തമാശ പരിപാടികൾ, ഒരു നാണത്തിന്റെയും ഒരു പേടിയുടെ ഒക്കെ ഒരു ഇത്, അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പുള്ളിക്കാരിനകത്ത് ചെറിയൊരു കോമഡി ക്യാരക്ടറാണ്, പക്ഷെ ലാസ്റ്റേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ പവർ ആവും, ഒരു മെയിൻ ആളായിട്ട് തന്നെ ആവും. നമ്മുടെ കല്യാണി അവതരിപ്പിക്കുന്ന ചന്ദ്ര ക്യാരക്ടറിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് നസ്ലീൻ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും മെയിൻ ക്യാരക്ടറാണ്, നടനും നടി. പിന്നെ നമ്മൾ സലീം കുമാർ സാറിന്റെ മോൻ, പേരെന്തുവാ പേരറിയില്ല. അപ്പോൾ പുള്ളി സൂപ്പറാണ്, പുള്ളിയുടെ ഫേസിലെ എക്സ്പ്രഷൻ ആയാലും കോമഡിയും പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് ഇപ്പൊ ഒന്ന് ചിരിച്ചു പോകും. പഴയ സലീം കുമാർ മോൻ അതേപോലെ തന്നെ അച്ഛനെ പോലെ തന്നെ മോനും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ റേറ്റ് കൊടുക്കുന്നത് എൻ്റെ ഒരു ഇത് വെച്ച് 5-ൽ 5 തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഇത്ര കാണുന്നത്. സോ സിനിമ പിന്നെ എന്താ പറയാ, വർത്ത് വാച്ച് മൂവിയാണ്. പിന്നെ ഒരു കൊച്ചു പെണ്ണ് അഭിനയിച്ച ഒരു അഭിനയം കാണാം, ഇങ്ങനെ വാ തുറന്ന് കാർന്ന്, അവളെ അറിയില്ല, ഇതൊരു പെർഫോമൻസ് ആ കൊച്ച് കാഴ്ചവെച്ച്, അതായത് ചന്ദ്രയുടെ കൊച്ചുംപ്രായിട്ട് കാണിച്ചതാണ്. കൊച്ചു എന്താ അഭിനയങ്ങളെ, ആ ചാടി വരുന്നതും മാൻ, ആ അലർച്ചയും പക്ക സാധനം വരുന്നത് എല്ലാം കിഡിലും. പിന്നെ അവിടെയൊക്കെ നല്ല 18+ കണ്ടന്റ് അതിനകത്തുണ്ട്. ഇതിനൊക്കെയാണ് എയർ റേറ്റഡ് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. പിന്നെ നമ്മുടെ തിയേറ്ററിൽ വന്നത് കുറച്ച് കൊച്ചു പിള്ളേരൊക്കെയാണ് വന്നത്, കുറെ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് വെച്ച് പിള്ളേരെ കൊണ്ടുവരാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു പിള്ളേർ മൂവിയായിട്ട് ഇത് കാണല്. ഇത് ഒരു മെച്ചേർഡ് ഒരു മൂവി, കാരണം ഇതിനകത്ത് നല്ലൊരു കഥയുണ്ട്, നല്ലൊരു കഥ പറയുന്ന സ്റ്റോറിയാണ് ഇത്. കഥയുണ്ട്, നല്ല മേക്കിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി മേക്കിംഗ്, എല്ലാം പക്ക സാധനമാണ്. നല്ല ക്വാളിറ്റി പ്രൊഫഷണൽ ഹോളിവുഡ് ലെവലിലുള്ള നമ്മുടെ മോളിവുഡ് തകർത്തു ഉള്ള മ്യൂസിക്കും എല്ലാം ആയിട്ടുള്ള ഒരു ഫുൾ പാക്ഡ് മൂവിയാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് ഇനി ഇതിന്റെ ചാപ്റ്റർ 2 ഉണ്ട്. ഇനി അടുത്തത് ചാത്തന്മാരുടെ പരിപാടിയാണ്. ഈ കഥയിലെ നീലിയുടെ കാര്യമായിരുന്നു. ഓക്കെ, ചന്ദ്രയുടെ പരിപാടികളായിരുന്നു. അപ്പൊ ഇനി അടുത്ത കഥയിൽ ചന്ദ്ര വരുന്നുണ്ട്. പിന്നെ വില്ലനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വില്ലൻ പുറത്ത് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ട്വിസ്റ്റ് ആയിരിക്കും. വില്ലനെ എന്തായാലും അടച്ചു വെച്ചിട്ടുണ്ട്, ഇനി എന്താ ഇനി അറിയത്തില്ല. ഓക്കെ, അതെല്ലാം നമ്മളെ എല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, ഇതിന്റെ പാർട്ട് 2 ഇതേപോലെ പിടിച്ചിരുത്തി നമ്മളെ മനസ്സിൽ ഇങ്ങനെ മെമ്മറീസ് ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ പൊളിച്ചേനെ. ഇതൊരു 1 ടൈം വാച്ച് പോലെ എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നും കൂടി കാണാൻ തോന്നുന്നുണ്ട്. ഒരുവട്ടോടെ കണ്ടാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, അത് പറ്റുമെങ്കിൽ കാണാൻ പോകും. ഇനിയും ഇത് കഴിഞ്ഞ് ഇനി കുറേ മൂവീസ് ഇനി വരുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. ഇപ്പോൾ ഈ മൂവി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ശിവകാർത്തികേയൻ്റെ സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും കണ്ടില്ല. പിന്നെ മോഹൻലാൽ സാറിന്റെ പുതിയ ഹൃദയപൂർവ്വം അതും പോയി കണ്ടില്ല, അത് പിന്നെ ഇനി എന്തെങ്കിലും വീട്ടിൽ വരുമ്പോൾ കാണാം. ഓക്കെ, ഇനിയും നല്ല മൂവീസ് ഇനി വരുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും പറയും ഭയങ്കര സിനിമ, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും. ഓക്കെ, ഇനിയും സിനിമകൾ വരട്ടെ, നമ്മുടെ മലയാളം ഇതേപോലെ ഇനി മലയാളത്തിൽ അടിപൊളി ഇതുപോലെ ക്വാളിറ്റി മേക്കിംഗ്, ഒരു വേറെ ടച്ച്, നമ്മുടെ പഴയ കഥകളൊക്കെ ഒരു മോഡേൺ ടൈപ്പിലൊക്കെ കൊണ്ടുവന്ന് വരട്ടെ. അപ്പോൾ കൽക്കി സിനിമയിൽ കണ്ട ഒരു ക്യാരക്ടറും ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതുപോലെ സൂപ്പർ ഹീറോ മൂവീസിലാന്ന് തോന്നുന്നു എല്ലാം വരുന്നത്. ഓക്കെ, അവരും ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ബാഹുബലി ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ കാണുന്ന പ്രേക്ഷകരെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, എന്നിട്ട് ചാനൽ സബ് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ മൂവി റിവ്യൂ ഒക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്യുക, ലൈക്ക് എന്നിട്ട് പോവുക, എന്നിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് അടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക. അപ്പോൾ എൻ്റെ പേര് രാഹുൽ മനോജ്, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. സോ ഉണ്ടെങ്കിൽ പോയി ഇത് കാണുക, കണ്ടിട്ട് വരിക, വർത്താണ്. ഓക്കെ, നല്ല തിയേറ്ററിൽ പോയി കാണുക. സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ രാഹുൽ മനോജ് ആക്ഷൻ ഡ്യൂഡ് പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ. ലൈറ്റ് ഓഫ് ആകട്ടെ.